അരുണാചലിന്റെ തലസ്ഥാനമായ ഇറ്റാനഗറിൽ നിന്നും 700 കിലോമീറ്റർ അകലെയുള്ള മണിഗോങ് എന്ന മലയോര ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. അരുണാചൽ മിഷൻ, ഗോസ്പെൽ ഓൺ ദ മൗണ്ടൻസ്. Hi Camp Jisoo. Thank you, Jesus. സമുദ്രനിരപ്പിൽ നിന്ന് 6000 അടി ഉയരത്തിലാണ് നാം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. കുത്തനെയുള്ള മലമടക്കുകളിൽ വളരെ അപകടകരമാം വിധം വീതി കുറഞ്ഞ ഈ പാതയിലൂടെ യാത്ര ചെയ്തു വേണം അടുത്ത മിഷൻ സ്റ്റേഷനായ മണിഗോങ്ങിലെത്താൻ. ഭണം വിടർത്തിയ സർപ്പത്തെപ്പോലെ ഭീതി നിറഞ്ഞ കൂറ്റൻ പാറക്കെട്ടുകൾക്ക് താഴെ യാത്ര ചെയ്യുമ്പോൾ ഒരു സത്യം മിഷണറിമാർ പറയുന്നത്, ഈ പാറക്കെട്ടുകൾക്ക് യാതൊരു ഉറപ്പും ഇല്ലാതെയാണ് ഇങ്ങനെ നിലകൊള്ളുന്നത് എന്നാണ്. ഇതൊക്കെ നന്നായി അറിയാവുന്ന ബിഷപ്പ് അതുകൊണ്ട് നല്ല പ്രഗത്ഭനായ ഡ്രൈവറെയാണ് ഞങ്ങൾക്കു വേണ്ടി നിയോഗിച്ചത്. പ്രകൃതിയുടെ വന്യമായ രൂപഭംഗി ഞങ്ങളുടെ ക്യാമറ ഒപ്പിയെടുക്കാനും മറന്നില്ല. തീരെ വീതി കുറഞ്ഞ ഈ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ മറ്റൊരു വാഹനം എതിരെ കയറ്റം കയറി വരുന്നത് കണ്ടാൽ നമ്മുടെ വാഹനം മലയോട് ചേർത്ത് നിർത്തി എതിരെ വന്ന വാഹനത്തിന് സുരക്ഷിതമായി കടന്നു പോകുവാനുള്ള സ്പേസ് കൊടുക്കേണ്ടത് മര്യാദയുടെ ഭാഗമാണ്. അതെല്ലാം ഡ്രൈവർ വിനോദ് വളരെ ശാന്തമായി നിർവഹിക്കുന്നുണ്ടായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ അരുണാചൽ മിഷണറിമാരും ഇവിടുത്തെ ജനങ്ങളും ഇതിലൂടെ കാൽനടയായിട്ടായിരുന്നു യാത്ര ചെയ്തിരുന്നത് എന്ന് നാം ഓർക്കണം. ദുഷ്കരമായ യാത്രകളിൽ അന്നും ഇന്നും ഇറ്റാനഗർ രൂപതയുടെ പിതാവ് മിഷണറിമാർക്കൊപ്പം നിഴലുപോലെ കൂടെ ഉണ്ടാകുമായിരുന്നു, ഊർജം പകരാൻ. മുൻപും പറഞ്ഞു, ഈ മിഷന് ഈശോയുടെ കരുണയുടെ മുഖമാണെന്ന്. അനുഭവത്തിൽ നിന്ന് ഒന്നുകൂടി ചേർത്ത് വായിക്കട്ടെ. ഈ അരുണാചൽ മിഷൻ ചങ്കൂറ്റമുള്ളവരുടെ മിഷനാണ്. ചങ്കുറപ്പുള്ളവർ ഈ മിഷനിൽ ആകൃഷ്ടരാകുന്നു, പങ്കാളികളുമാകുന്നു. പരിശുദ്ധാത്മാവ് പകർന്നു തരുന്ന ആത്മധൈര്യമില്ലാതെ ഈ മിഷനിൽ പങ്കെടുക്കുക അസാധ്യം. പിതാവിനെ കുറിച്ചുകൂടി പറയട്ടെ. ആരിലെങ്കിലും ക്രിസ്തു സ്നേഹത്തിന്റെ കനൽ കെടാതെയുണ്ടെങ്കിൽ അതിനെ അനായാസം ആളിക്കത്തിക്കാൻ കഴിവുറ്റ പരിശുദ്ധാത്മ നിറവുള്ള ശാന്തശീലനായ ഒരു അപ്പോസ്തലൻ. വെറും വാക്ക് പറയുന്നതല്ല. ഈ മിഷനിൽ പങ്കെടുക്കാൻ നേരിട്ട് വന്നാൽ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന സത്യം. അരുണാചൽ മിഷന്റെ ഈ പിതാവിനെ ഒന്ന് കണ്ട് സംസാരിച്ചാൽ മതി. അപകടകരമായ ഇവിടുത്തെ പാതയിലൂടെ ആർക്കും ചങ്കൂറ്റത്തോടെ സുവിശേഷവുമായി കടന്നു ചെല്ലുവാനുള്ള കരുത്ത് മനസ്സിന് ലഭിക്കും. യാത്രാമധ്യേയുള്ള കുഴിയിലും വളവിലുമൊക്കെ അനായാസം എന്നാൽ സൂക്ഷ്മമായി ഡ്രൈവർ വിനോദ് വാഹനത്തെ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഓരോ മലയും ഇങ്ങനെ കയറിയിറങ്ങി യാത്ര ചെയ്യുമ്പോൾ അങ്ങ് വളരെ താഴ്ചയിൽ സിയാങ് നദി ശാന്തമായി ഒഴുകുന്നത് കാണാം. എന്നാൽ ഇനി സിയാങ് നദിയുടെ തനിനിറമാണ് കാണാൻ പോകുന്നത്. താത്തോയിൽ നിന്ന് മണിഗോങ്ങിലേക്കുള്ള മാർഗമധ്യേ സ്ഥിതി ചെയ്യുന്ന ഒരു വമ്പൻ തൂക്കുപാലം. ഇരുമ്പും പലകകളും മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ഇതിന്റെ നീളം കണ്ടാൽ ആശ്ചര്യപ്പെടും. റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ബ്രദർ ക്യാമ്പൻ തയ്യാറായി നിൽപ്പുണ്ട്. അവിടേക്ക് വരുന്നതിന് മുൻപ് ഗ്രഹാതുരത്വം നിറഞ്ഞ ഒരു കാഴ്ചയിലേക്ക്. അരുണാചൽ മിഷന്റെ തീക്ഷ്ണമായ പ്രവർത്തന ഫലത്തിന്റെ തിരുശേഷിപ്പുകളായി വേണം ഈ ദൃശ്യത്തെ കാണേണ്ടത്. നമുക്ക് ബ്രദറിന്റെ റിപ്പോർട്ടിങ്ങിലേക്ക് കടക്കാം. Oh my God, it is very dangerous, incredibly, so deep it is. I'm so scared even. I think the depth of it seems to be so deep it is. Woo!
scary hanging bridge, which is at the height of several feet above the sea level. And this is the way to Manigong. And this is the bridge that connects the entire Manigong, which is adjacent to the China border, to Itanagar and the rest of the Arunachal Pradesh, the land of rising sun. The currents over here seems to be so deadly, and the killer waves they seem to be, though the waves seem to be so small, and they are very deadly. Many of the vehicles said to have gone missing over here. It's going down and up down. ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ അരുണാചൽ മിഷണറിമാർ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇതേ സ്ഥാനത്തുണ്ടായിരുന്ന നടക്കാൻ മാത്രം പാകത്തിന് മുളകൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു പാലത്തിലൂടെയായിരുന്നു. ഈ പാലത്തിനും വലിയ ബലമൊന്നുമില്ല. ഒരു സമയം പാലത്തിൽ ഒരു വാഹനം മാത്രമേ കയറാവൂ എന്ന് അപായ സൂചകമായി ഇരുകരകളിലും ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സൂക്ഷിച്ചായിരുന്നു പാലത്തിലൂടെ വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഭാരതത്തിന്റെ അതിർത്തിയിലുള്ള മണിഗോങ് എന്ന മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിലെ വേറിട്ട മിഷൻ വിശേഷങ്ങൾ തേടിയുള്ള യാത്ര നമുക്ക് തുടരാം. നേരത്തെ കണ്ട സിയാങ് നദി ദൂരെ കാണാവുന്നതാണ്. നാം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രാമം ഒരു മലയുടെ മുകളിലാണെങ്കിൽ അടുത്ത ഗ്രാമം മറ്റൊരു മലയുടെ മുകളിലായിരിക്കും സ്ഥിതി ചെയ്യുക. അങ്ങനെ 19 ഗ്രാമങ്ങൾ ചേർന്ന ഇടവകയിലാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. മണിഗോങ് എന്ന ഈ മിഷൻ ഇടവകയുടെ പ്രവർത്തന മേഖല 26 കിലോമീറ്ററുകളിലായി വ്യാപിച്ചു കിടക്കുന്നു. മണിഗോങ് ഗ്രാമവാസികൾ ആരെയോ വരവേൽക്കാനായി കാത്തു നിൽക്കുകയാണ്. അരുണാചൽ പ്രദേശിലെ ആദിയുടെ ഉപഗോത്രമാണ് ബൊക്കാർ. ബൊക്കാർ ഗോത്രവർഗക്കാർ സാംസ്കാരികമായും പരമ്പരാഗതമായും വളരെ സമ്പന്നരാണ്. പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഇവർ തങ്ങളുടെ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിക്കുന്നു. കാട്ടുമൃഗങ്ങളുടെ പല്ലുകളും എല്ലിൻ കഷണങ്ങളും പിന്നെ അപൂർവമായ മുത്തുകളുമൊക്കെ ചേർത്താണ് ബൊക്കാർ സ്ത്രീകൾ ആഭരണങ്ങളായി അണിഞ്ഞു പോരുന്നത്. അങ്ങനെ മണിഗോങ് അണിഞ്ഞൊരുങ്ങി തങ്ങളുടെ പ്രിയപ്പെട്ട മിഷണറിമാരെ തന്നെയാണ് കാത്തു നിൽക്കുന്നതെന്ന് മനസ്സിലായി. കുട്ടികളും മുതിർന്നവരും ഒരേപോലെ ആനന്ദിക്കുന്ന നിമിഷങ്ങൾ. ഇവിടെ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു വലിയ ആഘോഷം ക്രമീകരിച്ചിരിക്കുന്നത്. സിസ്റ്റർ ദൊറേത്തി ഇവിടെയും പതിവ് പോലെ നേരത്തെ എത്തിയിരുന്നു. പിതാവും മറ്റു മിഷണറിമാരും ക്ഷണിക്കപ്പെട്ട അതിഥികളുമായി വരുന്ന വാഹനം കണ്ട മാത്രയിൽ എല്ലാവരിലും പെട്ടെന്ന് ഒരു ഉത്സാഹം പ്രകടമാകുന്നത് കാണാമായിരുന്നു. മുൻ പഞ്ചായത്ത് മെമ്പറാണ് പിതാവിന്റെ അടുക്കലേക്ക് വന്ന് ഹസ്തദാനം നൽകിയത്. ഇങ്ങനെയൊരു സംവിധാനം സത്യം പറഞ്ഞാൽ കറണ്ടില്ലാത്ത ഈ പ്രദേശത്ത് ആരും പ്രതീക്ഷിച്ചില്ല. ഇലക്ട്രിസിറ്റിയും മൊബൈൽ നെറ്റ്വർക്കും ഒന്നും ഇന്നേ വരെ എത്തിച്ചേരാത്ത ഒരു ഗ്രാമമാണ് മണിഗോങ്. എല്ലാവരെയും കൂടി ഒരുമിച്ച് കണ്ടപ്പോൾ പിതാവിനും ആവേശമായി. തന്റെ ജനങ്ങളുടെ പക്കലേക്ക് ധൃതിയിൽ ചെന്നു. ചെളിയും കുഴിയുമൊന്നും വകവയ്ക്കാതെ പിതാവ് തന്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നു. അരുണാചൽ മിഷന്റെ പിതാവായ ബിഷപ്പ് ജോൺ തോമസ് കാത്രക്കുടിയിൽ മണിക്കൂറുകൾ യാത്ര ചെയ്തെത്തിയിട്ടും ഇവിടം വരെ അത്യുത്സാഹത്തോടെയാണ് തന്റെ പ്രിയപ്പെട്ടവരുടെ വരവേൽപ്പ് സ്വീകരിച്ചു പോന്നത്.
ബൊക്കാർ ഭാഷയിലുള്ള സ്വാഗതഗാനമാണ് ഇവർ പാടിക്കൊണ്ട് കൂടെ നടക്കുന്നത്. ലിപികളില്ലാത്ത ഭാഷയാണ് ബൊക്കാർ. എന്നുവെച്ചാൽ എഴുതാനും വായിക്കാനും സാധിക്കാത്ത ഒരു സംസാര ഭാഷയാണ് ബൊക്കാർ ഭാഷ. പിതാവിന്ന് ഇവിടെ മുഖ്യമായും വന്നിരിക്കുന്നത് മണിഗോങ് ഇടവകയുടെ പ്രഖ്യാപന കർമ്മം നടത്താൻ വേണ്ടിയാണ്. 1500ഓളം ഇടവകാംഗങ്ങളുടെ ചിരകാല സ്വപ്നമാണ് ഇന്ന് ഇവിടെ സാക്ഷാത്കരിക്കുന്നത്. ഇതിന്റെ സന്തോഷം പിതാവിലും അരുണാചൽ മിഷണറിമാരിലും പ്രതിഫലിക്കുന്നത് ഇവിടെ വ്യക്തമാണ്. വെളുപ്പിന് 5 മണിക്ക് തന്നെ സൂര്യോദയം സംഭവിക്കുന്നതിനാൽ ഒരു 10 മണിയാകുമ്പോഴേ നട്ടുച്ചയുടെ പ്രതീതിയാണ്. പക്ഷേ അന്തരീക്ഷത്തിന് നല്ല തണുപ്പാണ്. കൂദാശകളുടെ മകുടമായ വിശുദ്ധ കുർബാനയിലൂടെ തന്നെയാണ് പിതാവ് ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചത്. ഇന്നേ ദിവസം നമ്മുടെ മണിഗോങ്ങിൽ പുതിയ ഒരു ഇടവക രൂപപ്പെടുകയാണ്. നമ്മൾ അരുണാചലിലുള്ളവർക്ക് അറിയാവുന്നതുപോലെ ചില ഗവൺമെൻറ്, ചിലപ്പോൾ ജില്ലകൾ, അതുപോലെ CO സെന്ററുകൾ, പഞ്ചായത്തുകളൊക്കെ പുതിയതായിട്ട് കൊണ്ടുവരാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ രൂപതയുടെ കീഴിൽ ഇങ്ങനെയൊരു ഇടവകയും രൂപപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മണിഗോങ്ങിൽ വലിയ ഒരു സംഭവം നടക്കാൻ പോവുകയാണ്. നമുക്കതിനായിട്ട് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയാം. ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൂടാരമല്ല മണിഗോങ്ങിലെ ഇടവക ദേവാലയം. ഈ ഇറക്കത്തിൽ കാണുന്ന മുളകൊണ്ട് നിർമ്മിച്ച ഈ കൊച്ചാലയമാണ് അത്. And its dedication to Saint Francis of Assisi. I, Bishop John Thomas Katrakudiyil, Bishop മണിഗോങ് ഇടവക പ്രഖ്യാപന ചടങ്ങിലേക്ക് ആദരപൂർവ്വം പ്രവേശിക്കാം. 67 കിലോമീറ്റർ അകലെയുള്ള താത്തോ ഇടവകയിൽ നിന്ന് വേർപെടുത്തി മണിഗോങ് ഇന്ന് സ്വതന്ത്ര ഇടവകയാവുകയാണ്. I am pleased to make the following provision. After much consideration and due consultation, I hereby, in terms of Canon 515 of the Code of Canon Law, erect the parish of Manigong, detaching it from the parish of Tato, and dedicate it to the honor of Saint Francis of Assisi. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിലാണ് മണിഗോങ് ഇടവക പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. I also hereby appoint Reverend Father Vincent Davidson OFM Kiap as the first parish priest of the newly erected parish, with all the obligations and rights of a parish priest as contained in the Code of Canon Law. I, Reverend John Thomas Katrakudiyil DD, Bishop of Itanagar, Father Joseph Mitadilani, Chancellor. ഈ മഹനീയ അവസരത്തിൽ നമുക്കും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. 1500 ഇടവകാംഗങ്ങളുടെ നെടുവീർപ്പോടെ പ്രാർത്ഥിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാൻ ഈ ദേവാലയത്തെ സമൂഹത്തിന് നൽകിയതിന് ഹൃദയങ്ങളിലേക്ക് ഉറ്റുനോക്കുന്ന കർത്താവ് തീർച്ചയായും ഇവരുടെ ചെറിയ ദേവാലയത്തിൽ സജീവ സാന്നിധ്യമായി മാറും. അതുവഴി ഇവിടെ അനേകം അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഭാവിയെ കാണാം. ഭാരതത്തിന്റെ ഈ അതിർത്തി ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനമോ ആശുപത്രി സൗകര്യമോ ഇല്ല. അതിനായി തയ്യാറെടുത്ത് ഈ മിഷനിൽ ആരും കടന്നു വരുന്നില്ല എന്നതാണ് മിഷണറിമാരുടെ ദുഃഖം. കാരണം മൊബൈൽ ഫോൺ സൗകര്യമോ ഇന്റർനെറ്റോ ഇവിടെ ലഭ്യമല്ലാത്തതിനാൽ ആരെങ്കിലും വന്നാൽ തന്നെ പെട്ടെന്ന് സേവനം മതിയാക്കി തിരിച്ചു പോകുന്ന പ്രവണതയാണ് ഇവിടെ വരുന്ന മിക്കവരിലും കണ്ടുപോരുന്നത്. ഇവിടുത്തെ ദൈവമക്കൾക്കായി സേവനമനുഷ്ഠിക്കാൻ ഇപ്പോൾ പ്രചോദനം ലഭിക്കുന്നുണ്ടെങ്കിൽ മിഷനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാൻ മിഷണറിമാർ ആഹ്വാനം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ കുറവുകളെ നിറവുകളായി കാണാനും അനേകർ സധൈര്യം ഈ മിഷനിലേക്ക് കടന്നു വരികയും ചെയ്യും. ആ വലിയ കൃപയ്ക്കായി ഇവരോടൊപ്പം
നമുക്കും പ്രാർത്ഥിക്കാം. सर्वशक्तिमान परमेश्वर पिता और पुत्र और पवित्र आत्मा सबों को आशीर्वाद प्रदान कर। आमीन। अब लोग विदा गए, प्रभु की शांति साथ रहे। ईश्वर को धन्यवाद। ഈ ഇടവക പ്രഖ്യാപനത്തിന്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകൾ മണിഗോങ് ഇടവക ജനങ്ങൾക്ക് സ്നേഹപുരസ്സരം നേരുന്നു. പത്തൊൻപത് ഗ്രാമങ്ങളിലെ അംഗങ്ങൾ ചേർന്നതാണ് ഈ പുതിയ ഇടവക കൂട്ടായ്മ. പല ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് ഒത്തുകൂടിയിട്ടും ഈ ചെറിയ സൗകര്യത്തിൽ എല്ലാവരും സംതൃപ്തരാണ്, സന്തോഷത്തിലുമാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മണിഗോങ്ങിലെ തന്നെ അടുത്ത സുപ്രധാന നാഴികക്കല്ലാകാൻ പോകുന്ന ചടങ്ങിൽ സാക്ഷ്യം വഹിക്കുന്നതിനു വേണ്ടിയാണ്. ഞാൻ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതൊരു പുസ്തകമാണ്, പക്ഷേ പുസ്തകത്തിനേക്കാൾ ഇതിന് വലിയ അർത്ഥങ്ങളുണ്ട്. ഇതൊരു പ്രാർത്ഥനാ പുസ്തകമാണ്. വരുന്ന കാലഘട്ടത്തിൽ അനേകം ആൾക്കാർ ഈ പുസ്തകത്തിലൂടെ ഈശോയെ അറിയുവാൻ സാഹചര്യമൊരുക്കുന്നു. ഇതിനുവേണ്ടി കഠിനമായി അധ്വാനിച്ച ബുയിത്താപ്പയോട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും ഞാൻ നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ പുസ്തകം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് ഭാഷയ്ക്കും വേണ്ടിയുള്ളതാണ്. ഈ ഭാഷയിലെ ആദ്യത്തെ പുസ്തകമാണിത്. ഇത് നമ്മുടെ ഇടയിൽ വലിയ ഒരു മുന്നേറ്റം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നേതൃത്വം കൊടുത്ത ബുയിത്താപ്പയോട് നന്ദി പറയുന്നു. ഒപ്പം തന്നെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ബൊക്കാർ ഭാഷയിൽ സേഡി ഗെ ലെംബെ എന്നു പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള വഴി എന്നാണ്. ലിപികളില്ലാത്ത ബൊക്കാർ ഭാഷയുടെ ചരിത്രത്തിലെ ആദ്യ ഗ്രന്ഥമാണിത്. ഇവരിനി ഇതിലുള്ള അക്ഷരങ്ങളിലൂടെ സ്വർഗത്തെ കാണും. ലോകത്തെ മുഴുവൻ വായിച്ചെടുക്കാൻ ഇവിടെയുള്ളവരെ പ്രാപ്തരാക്കുന്നതിന് മുന്നോടിയായുള്ള എളിയ പരിശ്രമമാണ് പുസ്തക പ്രകാശനം. അങ്ങനെ അരുണാചൽ പ്രദേശിലെ ചരിത്ര വഴിയുടെ പടവുകളിൽ വ്യത്യസ്തമായ ചുവട് ഉറപ്പിച്ചിരിക്കുകയാണ് ഇറ്റാനഗർ മിഷൻ രൂപത. ഇതിനെല്ലാം എങ്ങനെ നന്ദി പറയണമെന്ന് ഇവിടുത്തെ പാവം ജനങ്ങൾക്കറിയില്ല. കേൾക്കാൻ മാത്രം കഴിഞ്ഞിരുന്ന അദൃശ്യമായ ആ ബൊക്കാർ ഭാഷയെ ദൃശ്യമായി കണ്ടതിൻ്റെ അനുഭൂതിയിലാണ് ഇന്ന് ഇവിടുത്തെ ദൈവജനം. ജയ് ജിസു. എൻ്റെ പേര് സുനിൽ സിംഗ്ലോങ് എന്നാണ്. മണിഗോങ്ങിലെ ലുംദെ എന്ന ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഇന്നേ ദിവസം ഇവിടെ പുതിയ ഒരു ഇടവക രൂപപ്പെട്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ മണിഗോങ് ഏരിയയിൽ ഏതാണ്ട് 28ഓളം വില്ലേജുകളുണ്ട്. ഇവിടെ ഏകദേശം 5000ഓളം ആളുകൾ താമസിക്കുന്നുണ്ട്. ഇവിടെ താമസിക്കുന്നവർ ബൊക്ക ട്രൈബിൽപ്പെട്ട ആൾക്കാരാണ്. ആ ഭാഗത്തേക്ക് നോക്കിയാൽ ദൂരെയുള്ള വലിയ മലയുടെ അപ്പുറം ചൈനയാണ്. ഈ ഭാഗത്തേക്ക് പോയാൽ ആലോ,
സിലാപത്തർ, ഇറ്റാനഗർ, ഗുവാഹട്ടിയിലൊക്കെ പോകാനായിട്ട് ഞങ്ങൾ ഈ വഴി പോകുന്നു. ഈ ഒരു സന്തോഷത്തിന്റെ അവസരത്തിൽ നമ്മളുടെ പിതാവ് ഇവിടെ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഞങ്ങളുടെ ഭാഷയിലെ ഒരു പ്രാർത്ഥനാ പാട്ടുപുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ്. ഇനിയാണ് ബൊക്കാർ ജനതയുടെ ഊഴം. തങ്ങളെ സ്വന്തം സഹോദരങ്ങളായി കണ്ട് സേവനം ചെയ്ത തങ്ങളുടെ പ്രിയ മിഷണറിമാർക്കുള്ള ബൊക്കാർ ജനതയുടെ ഇടയിൽ മാത്രം നൽകാറുള്ള പരമോന്നതമായ സ്നേഹ സമ്മാനം നൽകുന്ന സമയം. ഈ ചടങ്ങിലൂടെ ഇറ്റാനഗർ മിഷൻ രൂപതയുടെ പിതാവിനെ ബൊക്കാർ ഗോത്രവർഗക്കാർക്കിടയിൽ പ്രമുഖ സ്ഥാനം നൽകി ആദരിക്കുകയാണ്. ബൊക്കാർ ഗോത്രവർഗക്കാരുടെ പാരമ്പര്യത്തിന്റെ പ്രധാന പ്രതീകമായ അമ്പും വില്ലും പിതാവിന് സ്നേഹപൂർവ്വം സമ്മാനിക്കുന്നു. കൂടാതെ അരുണാചൽ മിഷൻ ഇന്നേ വരെ കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഇടങ്ങളിലെ മിഷൻ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള സംഭാവന അഭിമാനപൂർവ്വം നൽകാനും അവർ മറന്നില്ല. അങ്ങനെ ആഗോള മിഷണറി പ്രവർത്തനങ്ങളിൽ ഇവിടുത്തെ ബൊക്കാർ ജനത പരിശുദ്ധാത്മ പ്രേരണയാൽ പങ്കാളികളുമായി. അവർ തങ്ങളുടെ മുൻ പഞ്ചായത്ത് മെമ്പറെയും മുൻ ബ്ലോക്ക് മെമ്പറെയും ആദരിക്കാൻ മറന്നില്ല. ആരെയോ അന്വേഷിച്ചു വരുന്ന ഈ വ്യക്തിയെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മിഷണറിമാർ പറഞ്ഞു. ഇവിടുത്തെ ജനങ്ങൾ ബഹുമാനം കാണിക്കുന്ന മറ്റൊരു രീതിയാണ് കഴുത്തിൽ മണി അണിയിക്കുന്നതിലൂടെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ആചാരങ്ങൾ പിതാവും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. മിഷനിൽ പങ്കാളികളായിരുന്ന എല്ലാ മിഷണറിമാരെയും അൽമായരെയും വേദിയിൽ പ്രത്യേകം ആദരിച്ചു. എല്ലാവരെയും ഈ മിഷൻ പ്രോഗ്രാമിൽ കാണിക്കാനുള്ള ബുദ്ധിമുട്ട് ഖേദപൂർവം ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. ചടങ്ങിന് ശേഷം വിചിത്രമായ വേഷം ധരിച്ചെത്തിയിരിക്കുന്ന ഈ വ്യക്തിയെ ക്യാമറയിൽ പകർത്താൻ ആരംഭിച്ചു. ആയുധധാരിയായ ഈ വ്യക്തി നിസ്സാരക്കാരനല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനും സാധിച്ചു. ഒരു വേട്ടക്കാരന്റെ മട്ടും ഭാവവുമുള്ള ഈ വ്യക്തിത്വത്തെ നമ്മൾ എക്സ്ക്ലൂസീവായി അടുത്ത എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നതാണ്. നമുക്ക് പിതാവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. ജയ് യേശു. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മണിഗോങ് ഇടവകയിലെ ദേവാലയത്തിന് മുമ്പിലാണ്. ഇന്നാണ് ഒരു ഇടവകയായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. ഈ പ്രദേശത്തെ ആൾക്കാരെല്ലാം ക്രിസ്ത്യാനികളാകാൻ തുടങ്ങിയിട്ട് ഒരു 25 കൊല്ലത്തോളമായി. മണിഗോങ് ഇറ്റാനഗറിൽ നിന്നും ഒരു 600 കിലോമീറ്ററോളം ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങോട്ട് വരാനുള്ള വഴി ഒരു 10-15 കൊല്ലം മുമ്പ് ഒരു 150 കിലോമീറ്ററോളം വഴിയില്ലായിരുന്നു. അതുകൊണ്ട് ആദ്യമായിട്ട് വന്ന മിഷണറിമാരെല്ലാം കാൽനടയായിട്ടാണ് ഈ പ്രദേശത്ത് വന്നുകൊണ്ടിരുന്നത്. അച്ഛന്മാരും സിസ്റ്റേഴ്സും വേറെ അൽമായ മിഷണറിമാരും ഈ മലമ്പ്രദേശത്തോടെ എല്ലാം വന്ന് ഇവിടെയെല്ലാം ആൾക്കാരെ സന്ദർശിച്ച് അവരോട് സുവിശേഷം പ്രസംഗിച്ച് ഇപ്പോൾ ഈ പ്രദേശത്ത് ഒരു 25 ഗ്രാമങ്ങളിലോളം ക്രിസ്ത്യാനികളുണ്ട്. അവർ പല പ്രാവശ്യം എൻ്റെ അടുത്ത് വന്ന് അവരുടെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അവർക്കും അവരുടേതായ ഒരു ഇടവക വേണമെന്ന്. അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ ഇന്നിവിടെ ഈ ഇടവക തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളിലെ എല്ലാവർക്കും വളരെ സന്തോഷകരമായ ദിവസമാണ് ഇന്ന്. കാരണം അവരുടെ ഒരു ദീർഘകാല അഭിലാഷമാണ് ഇന്ന് പൂർത്തിയാക്കപ്പെടുന്നത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ ഇടവകയ്ക്ക് വേണ്ടിയിട്ടും ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇവിടെയുള്ള ചില ഗ്രാമങ്ങളിലേക്കെല്ലാം പോകുന്നതിനായിട്ട് നമുക്ക് ഒരു 10 മണിക്കൂറും 8 മണിക്കൂറും ഒക്കെ കാൽനടയായിട്ട് പോകേണ്ടതുണ്ട്. അവിടെയെല്ലാം ഈ മിഷണറിമാർ നടന്നു പോകും. എൻ്റെ കൂടെ നിൽക്കുന്ന ഈ ആൾക്കാരെല്ലാം
അകലെ നിന്നുള്ള പല ഗ്രാമങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്. അവർ ഇന്നത്തെ ചടങ്ങിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. ഇവരിതെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് അവരുടെ ഗ്രാമങ്ങളിലേക്ക് നടന്നു പോകും. ചിലർക്ക് 8 മണിക്കൂറും 10 മണിക്കൂറും അകലെ കാൽനടയായിട്ട് പോകേണ്ടതുണ്ട്. ഈ ചിലപ്പോഴെല്ലാം ഇവർ അകലെ ഞങ്ങളുടെ പള്ളികളിലെല്ലാം ഓരോ ചടങ്ങിനായിട്ട് വരുന്നത് 1 ദിവസവും 2 ദിവസവും 3 ദിവസവും കാൽനടയായിട്ട് വന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഇവരുടെ വിശ്വാസം കാണുമ്പോൾ നമ്മൾക്ക് എല്ലാവരും വളരെ വളരെ അത്ഭുതപ്പെടുന്നതാണ്. നമുക്ക് ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മൾ ഇപ്പോൾ മണിഗോങ് ഇടവകയുടെ ദേവാലയത്തിലാണ്. ഈ ഇടവകയുടെ ഉദ്ഘാടനം ഇന്ന് കഴിഞ്ഞതേയുള്ളൂ. ഇതാണ് ഈ ഇടവകയുടെ ഇടവകപ്പള്ളി. ഈ ഇടവകപ്പള്ളി ഇവിടുത്തെ ആൾക്കാർ, ഈ ഗ്രാമവാസികളെല്ലാവരോടും കൂടി അവരുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ പള്ളിയാണ്. നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം മുള കൊണ്ട് മെടഞ്ഞെടുത്തിരിക്കുന്ന ഭിത്തികളാണ് ഇതിൻ്റെ. ഈ കാട്ടിൽ നിന്നുള്ള തടികളെല്ലാം ഉപയോഗിച്ച് അവർ പണിതിരിക്കുന്ന പള്ളിയാണ് അവരുടെ ചെറിയ പള്ളി. ഈ പള്ളി ഈ ഇടവകയെല്ലാം നടത്താനായിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് വന്നിരിക്കുന്നത് കപ്പുച്ചിൻ വൈദികരാണ്. അതിൻ്റെ വികാരിയച്ഛനാണ് ഫാദർ വിൻസെൻ്റ്. ഫാദർ വിൻസെൻ്റാണ് വികാരിയച്ഛൻ. വിൻസെൻറ്റിനെ സഹായിക്കാനായിട്ട് ഫാദർ റോണിയുണ്ട് അസിസ്റ്റൻ്റ് വികാരിയായിട്ട്. ഇവർ രണ്ടുപേരും ഈ ഇടവകയിൽ താമസിച്ചുകൊണ്ട് ഇവിടെയുള്ള 10-25 വില്ലേജുകളിൽ സന്ദർശിച്ച് ഇവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതാണ്. ഈ മണിഗോങ് ഇറ്റാനഗർ രൂപതയുടെ ബിഷപ്സ് ഹൗസിൽ നിന്നും ഒരു 600 കിലോമീറ്ററോളം ദൂരെയാണ്. ഇവിടെ വന്നെത്തുന്നതിന് ഒരു 3 ദിവസം പിടിക്കും. വളരെ ദുർഘടം പിടിച്ച വഴിയാണ്. വളരെ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള വഴിയാണ്. കുറച്ച് കൊല്ലങ്ങൾ മുമ്പ് ഈ വഴിക്ക് വന്ന നമ്മുടെ ഒരു വൈദികൻ, യുവ വൈദികൻ, റോഡിൽ നിന്നും വണ്ടി പുറത്തു പോയി മരിച്ചുപോയി. അത് വളരെ സങ്കടമുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് ഇത് വളരെ ദുർഘടം പിടിച്ച വഴിക്കൂടെയാണ് നമ്മുടെ ഈ വൈദികരുടെ ഒന്ന് ജോലി ചെയ്യാൻ പോകുന്നത്. ഈ രണ്ടുപേർക്കും എല്ലാ നന്മകളും നേരുന്നു. നമുക്ക് എല്ലാവർക്കും ഈ ഇടവകയ്ക്ക് വേണ്ടിയിട്ടും ഇടവകയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 2000-ഓളം ക്രിസ്ത്യാനികളുണ്ട്. നമുക്ക് ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ജയ് ജീസു. ഞങ്ങളുടെ ഈ ഇടവക നയിക്കുവാനുള്ള അനുഗ്രഹം പിതാവിൽ നിന്നും വാങ്ങുകയാണ്. പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ നിമിഷം നമുക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തി പകരാം. 30 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന 19 ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന 1500 ഇടവകാംഗങ്ങളുള്ള വലിയ ഇടവകയെ 2 മിഷണറി വൈദികർ നയിക്കുമ്പോൾ തീർച്ചയായും ഇവരെ കാത്തിരിക്കുന്നത് പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളുമാണ്. ആ വെല്ലുവിളികളെയെല്ലാം സാഹസികമായി അതിജീവിക്കാനായി നമുക്ക് ഈ നിമിഷം ഇവർക്കു വേണ്ടി പ്രാർത്ഥനയിൽ ഒന്നിക്കാം. അരുണാചൽ മിഷന്റെ ഈ കൂട്ടായ്മയ്ക്ക് ശക്തി പകരാം. മണിഗോങ് ഇടവകയിലെ യുവജനങ്ങളുടെ ലീഡറായ റോണിയും കൂട്ടരും ശാലോം ടിവിയിൽ സംപ്രേഷണം ചെയ്യാൻ വേണ്ടി ഒരു മനോഹര ഗാനം ക്യാമറയ്ക്ക് മുൻപിൽ പാടുകയുണ്ടായി. जब से यीशु आया मेरा जीवन बदल गया. जब से मैंने तुझको पाया मेरा जीवन बदल गया. जब से प्यारा यीशु आया मेरा जीवन बदल गया. जब से मैंने तुझको पाया मेरा जीवन बदल गया. इस यहाँ की जिंदगी से मुझे चुराया जान देकर. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യം ടെലിവിഷനിലൂടെയും യൂട്യൂബിലൂടെയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാസ്തവം നമ്മൾ ഓർമ്മയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഈ സമയത്ത് മണിഗോങ് എന്ന ആ ഗ്രാമത്തിലെ ഒരു മനുഷ്യനും ഈ പ്രോഗ്രാം കാണുന്നുണ്ടാകില്ല. ഇത് കാണാനുള്ള ഒരു സാഹചര്യവും അവരുടെ ഗ്രാമത്തിന് ഇപ്പോഴില്ല. വൈദ്യുതിയും ഇന്റർനെറ്റും അങ്ങനെ ഒരു സൗകര്യവുമില്ലാതെ വിദൂരതയിൽ ജീവിക്കുന്ന അവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്.
അവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ ഇനിയും മടിച്ചു നിൽക്കാതെ നാം സധൈര്യം മുന്നോട്ട് വരണം. വരും തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അരുണാചൽ മിഷനിലെ മിഷണറിമാർ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കാൻ ആവേശത്തോടെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടി അറിയിച്ചുകൊള്ളുന്നു. കൊയ് നാം ജിസു.